എയ്റോപ്ലെയിനിലെ യാത്രികർ പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്ന് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു സ്ത്രീക്ക് മുന്നിൽ പേടിപ്പെടുത്തുന്ന ഒരു അസ്ഥികൂടം പ്രത്യക്ഷപ്പെടുന്നു. എന്തുപറ്റി മാഡം? പുറത്ത് ഞാൻ എന്തോ രൂപത്തെ കണ്ടു, എനിക്ക് പേടിയാവുന്നു. ഓ ഗോഡ്! ഈ ആയിരക്കണക്കിന് അടിമുകളിൽ ഈ അസ്ഥികൂടം എങ്ങനെ വന്നു? ഈ സമയം അസ്ഥികൂടം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പെട്ടെന്ന് യാത്രക്കാർക്കിടയിലേക്ക് ഒരു പൈലറ്റ് വന്നു. എന്നിട്ട് താടിയും തൊപ്പിയും ധരിച്ചിരിക്കുന്ന ഒരാളെ കോളറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് വാതിലിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താ കാര്യം സാർ? എന്താന്ന് പറയൂ. എന്താ ഇത് പൈലറ്റ് സാർ? എന്താ പറ്റിയത്? ഇദ്ദേഹത്തെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അല്ല, എന്താ കാര്യം? എന്നെ എവിടെ കൊണ്ടുപോവുകയാ? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ! എന്നാൽ പൈലറ്റ് ഒന്നും മിണ്ടുന്നില്ല. പ്ലെയിനിന്റെ വാതിൽ തുറന്നിട്ട് അയാളെ ചേർത്ത് പിടിച്ച് പൈലറ്റ് താഴേക്ക് ചാടി. അയ്യോ, ഇതെന്തൊക്കെയായി കാണുന്നത്? ഇയാൾക്ക് ഇതെന്താ പറ്റിയേ? ആ പൈലറ്റ് അയാളെയും കൊണ്ട് എന്തിനാ ചാടിയത്? ആ പാവപ്പെട്ട മനുഷ്യൻ എന്തു പറ്റിയോ ആവോ? പ്ലെയിനിൽ നടന്ന ഈ സംഭവങ്ങൾക്ക് ശേഷം താഴെ ഒരു ഗോഡൌണിൽ തീവ്രവാദിയെ പോലെയുള്ള ഒരാൾ തന്റെ തോക്കുമായി മറ്റു തോക്കേന്തി നിൽക്കുന്നവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഓ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ ബാദുഷാ ഖാൻ ഒരു പൈലറ്റിനൊപ്പം പ്ലെയിനിൽ നിന്ന് താഴേക്ക് ചാടിയെന്ന്. എന്നാൽ അയാൾ ആ പ്ലെയിനിലെ പൈലറ്റ് ആയിരുന്നില്ല. അവരാ പ്ലെയിൻ സുരക്ഷിതമായി നിലത്തിറക്കി. അപ്പോ ആ ചാടിയത് ഏത് പൈലറ്റ് ആയിരുന്നു? ബോസ്, അറിയാൻ കഴിഞ്ഞത് ബാദുഷാ ഖാനോടൊപ്പം ചാടിയ ആ പൈലറ്റ് സൺറൈസ് എയർലൈൻസിന്റെ യൂണിഫോം ഇട്ടിരുന്ന ആളാണെന്നാ. എന്ത്? സൺറൈസ് എയർലൈൻസോ? സൺറൈസ് എയർലൈൻസ് നിർത്തലാക്കിയിട്ടു 20 വർഷമായില്ലേ? ഓർമ്മയില്ലേ? അവരുടെ പൈലറ്റുകളെയും യാത്രക്കാരെയും എല്ലാം നമ്മളാണ് കൊന്നുകളഞ്ഞത്. അപ്പൊ ഇതെങ്ങനെ സാധ്യമാകും? അപ്പോൾ പെട്ടെന്ന് ആ ഗോഡൌണിലേക്ക് അതേ യൂണിഫോം ഇട്ട പൈലറ്റ് ഒരു പ്രേതത്തെ പോലെ കടന്നുവരുന്നു. ബോസ്, ഇത് അതേ പൈലറ്റ് അല്ലേ? ആ പൈലറ്റ് തന്റെ മുഖമുയർത്തി. അതോടെ അവിടെയുള്ളവരുടെ ശ്വാസം തന്നെ നിലച്ചുപോയി. അയ്യോ, ഇയാളുടെ മുഖം ഒരു അസ്ഥികൂടമാണല്ലോ! എന്റെ അമ്മേ! എല്ലാവരും തോക്കെടുത്ത് ആ അസ്ഥികൂടത്തിനെ വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ പൈലറ്റ് തന്റെ അസ്ഥികൂടം പോലത്തെ കൈപ്പത്തിക്കൊണ്ട് ആ വെടിയുണ്ടകളെ എല്ലാം തടഞ്ഞു. ആ വെടിയുണ്ടകൾ തിരിച്ച് വെടിവെച്ച ആളുടെ ദേഹത്ത് തന്നെ ചെന്ന് കൊള്ളുന്നു. അയാൾ നിലത്ത് വീണ് പിടഞ്ഞു മരിച്ചു. അവിടെയുള്ളവരെല്ലാം തന്നെ പുറത്തേക്ക് രക്ഷപ്പെടാനായി ഓടി. നോക്ക് ബോസ്, അയാൾ സൺറൈസ് എയർലൈൻസിന്റെ യൂണിഫോം ആയിട്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ആരോ നമ്മളെ സൺറൈസ് എയർലൈൻസിന്റെ പേരിൽ പേടിപ്പിക്കുന്നെന്നാ. ആ പ്ലെയിൻ ഇപ്പോഴും നമ്മുടെ കാടിന്റെ നടുവിൽ കിടപ്പുണ്ട്. അതിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സിന്റെയും പൈലറ്റിന്റെയും ശവശരീരങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. പക്ഷെ ബോസ്, എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും പൈലറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് പോയി നോക്കിക്കളയാം. അവർ 3 പേരും ആ വിജനമായ കാട്ടിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ പ്ലെയിനിന്റെ അവശിഷ്ടങ്ങൾക്കരികിലേക്ക് ചെന്നു. ആ പ്ലെയിനിന്റെ മുകളിൽ സൺറൈസ് എയർവേസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ ആ പ്ലെയിനിനകത്തേക്ക് കടന്നു. നോക്ക്, പ്ലെയിനിന്റെ അവസ്ഥ നോക്ക്. 20 വർഷം കൊണ്ട് ആകെ തുരുമ്പെടുത്ത് നശിച്ചു. ആ, നമ്മൾ കൊന്ന ഈ യാത്രക്കാരെ ഒന്ന് നോക്കിയേ. അവര് ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ? മരണസമയത്ത് എങ്ങനെയാണോ അവരിരുന്നത് അതേപോലെ തന്നെ. അതെ, പക്ഷെ നമ്മുടെ സങ്കേതത്തിൽ ആ പൈലറ്റ് വന്നല്ലോ. എന്നാ വാ, നമുക്ക് കോക്പിറ്റിൽ പൈലറ്റും ഉണ്ടോന്ന് നോക്കാം. ദാ നോക്ക്, പൈലറ്റ് സീറ്റിൽ ഒരു അസ്ഥികൂടമായി കിടക്കുന്ന കണ്ടില്ലേ? അയാളുടെ കൈ ഇപ്പോഴും പ്ലെയിൻ പറപ്പിക്കുന്ന ഹാൻഡിലിൽ പിടിച്ചിരിക്കുക. ആ, നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തിരിച്ചു പറക്കാൻ നോക്കിയതാ. ആ, അതേ പൊസിഷനിൽ വെച്ചാ നമ്മൾ ഇവനെ കൊന്നുകളഞ്ഞതും. വാ. എന്ത്? ഈ പ്ലെയിൻ എങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ടായി? ബോസേ, ആ പൈലറ്റ് എങ്ങാൻ വന്നിട്ടുണ്ടോ? അവരെല്ലാവരും തിരിച്ച് കോക്പിറ്റിനുള്ളിലേക്ക് ഓടിക്കയറി. അവിടെ ചെന്നപ്പോൾ അവർ കണ്ടു അസ്ഥികൂടമായിരിക്കുന്ന ആ പൈലറ്റ് പ്ലെയിൻ പറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കാനാ? ഓടിക്കോ, ഓടിക്കോ! വാതിൽ തുറന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ! ബോസ്, പ്ലെയിൻ നിലത്ത് നിന്ന് പറന്നു പൊങ്ങിയല്ലോ. എന്ത്? ഓ ബോസ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കാതിരി. നമ്മൾ മനുഷ്യന്മാരെ കൊന്ന് അസ്ഥികൂടമാക്കാറില്ലേ? അതേപോലെ ഈ അസ്ഥികൂടത്തെയും കൊന്ന് നമ്മൾ ചാരമാക്കും. പറന്നുകൊണ്ടിരിക്കുന്ന ആ പ്ലെയിൻ പെട്ടെന്ന് അതിശക്തമായി കുലുങ്ങാൻ തുടങ്ങി. അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല.
അവർ 3 പേരും തറയിലേക്ക് വീണുപോയി. അവർ അലറി കരയാൻ തുടങ്ങി. എന്നാൽ ഈ സമയം താഴെ എയർ കൺട്രോൾ റൂമിലുള്ള സ്റ്റാഫുകൾ ആകാശത്തിൽ പുതിയ തരത്തിലുള്ള ഒരു പ്ലെയിനിനെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അല്ല, ഇതേത് പ്ലെയിനാ? ഇപ്പൊ ഒരു പ്ലെയിനും ലാൻഡ് ചെയ്യാനുള്ള സമയമല്ലല്ലോ. അവർ സ്ക്രീനിൽ സൂം ചെയ്തു നോക്കി. ഓ ഗോഡ്, ഇതെങ്ങനെ പോസിബിൾ ആവും? 20 വർഷങ്ങൾക്ക് മുമ്പ് പൊങ്ങിപ്പറന്ന ആ പ്ലെയിൻ, അതും പൂട്ടിപ്പോയ കമ്പനിയായ സൺറൈസ് എയർലൈൻസിന്റെ പ്ലെയിൻ, 20 വർഷങ്ങൾക്ക് ശേഷം ആ പ്ലെയിൻ എങ്ങനെ തിരികെ വരും? ഹലോ 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 പൈലറ്റ്, കേൾക്കുന്നുണ്ടോ? അപ്പോഴേക്കും ആ പ്ലെയിൻ ആ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഒരു വശത്തേക്ക് മാറ്റി പാർക്ക് ചെയ്തു. എയർപോർട്ടിന്റെ വാതിൽക്കൽ വിഷാദത്തോടെ തന്റെ 20 വയസ്സായ മകനോടൊപ്പം ഇരിക്കുന്ന ആ സ്ത്രീ പെട്ടെന്ന് സന്തോഷവതിയാകുന്നു. എന്നിട്ട് ഉറക്കെ അലറി വിളിച്ചു, എത്തി മോനെ, ദേ അച്ഛൻ വന്നു. അച്ഛൻ നേരത്തെ പറഞ്ഞതാ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന്. തന്റെ മോനെ കാണാൻ വേണ്ടി എന്തായാലും വരുമെന്ന്. അതുപോലെ തന്നെ വന്നല്ലോ. അവർ തന്റെ മകനോടും കൺട്രോൾ റൂമിലെ സ്റ്റാഫിനോടുമൊപ്പം ആ പ്ലെയിനിനകത്തേക്ക് കടന്നു. അവർ 3 പേരും അകത്ത് കണ്ട കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ച് നിന്നുപോയി. ഇതെന്താത്? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ തന്നെയാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തത്. സർക്കാരിൽ നിന്നും ഈ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടിയിട്ടും ഞങ്ങൾ ഇവരെല്ലാം കൊന്നുകളഞ്ഞു. ഞങ്ങളെ അറസ്റ്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ അസ്ഥികൂടം പൈലറ്റ് ഞങ്ങളെ ജീവനോടെ വിടില്ല. അസ്ഥികൂടം പൈലറ്റോ? എല്ലാവരും ഉടനെ തന്നെ കോക്പിറ്റിലേക്ക് ഓടിച്ചെന്നു. എന്ത്? ഇദ്ദേഹവും അസ്ഥികൂടമാണല്ലോ. പിന്നെ ആരാണ് പ്ലെയിൻ പറപ്പിച്ചു കൊണ്ടുവന്നത്? പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വന്നു. എന്റെ ബണ്ടിയുടെ അച്ഛൻ ദേ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ബണ്ടിയുടെ അച്ഛൻ എങ്ങനെ തിരിച്ചു വരാനാ? ഞാൻ തിരിച്ചു വന്നു സാർ. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്ലെയിൻ പറപ്പിച്ചപ്പോ എന്റെ മകൻ ബണ്ടി അവന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നു. ഞാൻ ഇവൾക്ക് വാക്ക് കൊടുത്തിരുന്നു, എന്റെ മകനെ കാണാനായി ഞാൻ തിരികെ വരുമെന്ന്. അങ്ങനെ ഞാൻ തിരികെ വന്നു. പക്ഷേ ഈ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി 20 വർഷം വേണ്ടി വന്നു. മോനെ, നിന്നെ ഒരു നോക്ക് കാണാനായിട്ട് ഞാൻ നിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ തിരികെ വരുമെന്ന്. ഇപ്പോ നിന്നെ കണ്ടു കഴിഞ്ഞും ഞാൻ പറയുകയാണ്, ഞാൻ തിരികെ വരും. മടങ്ങിപ്പോയല്ലോ. വീണ്ടും മടങ്ങിപ്പോയത് എന്തിനാ? ഒരിക്കലാരോ പറഞ്ഞത് സത്യമാണ്. മനുഷ്യൻ ജീവൻ വെടിഞ്ഞു പോയാലും ശരി, തന്റെ പ്രിയപ്പെട്ടവരെ കാണാനും താൻ കൊടുത്ത വാക്ക് പാലിക്കാനുമായി തിരികെ എത്തുമെന്ന്.